ജീവിയുടെ പുഞ്ചിരി നമുക്ക് അളക്കാൻ കഴിയുമോ? നിങ്ങളുടെ വളർത്തുമൃഗത്തെ നോക്കുമ്പോൾ അവയ്ക്ക് ശരിക്കും സന്തോഷമുണ്ടോ? അതോ നമ്മൾ നമ്മുടെ വികാരങ്ങൾ അവരിൽ ആരോപിക്കുകയാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മൃഗങ്ങളിലെ ബോധാവസ്ഥ, അതായത് വികാരങ്ങൾ അനുഭവിക്കാനും ഗ്രഹിക്കാനുമുള്ള കഴിവ് എന്ന ചോദ്യം ഇന്ന് ശാസ്ത്രലോകത്തെ ഒരു വലിയ മാറ്റത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. വർഷങ്ങളോളം ജീവശാസ്ത്രത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നത് ബിഹേവിയറിസം എന്ന ചിന്താധാരയായിരുന്നു. ഇത് പാവ്ലോവിന്റെ ഉമിനീർ ഒഴുക്കുന്ന പട്ടികളെയോ സ്കിന്നറുടെ പെട്ടിയിലെ എലികളെയോ പോലുള്ള നിരീക്ഷിക്കാൻ കഴിയുന്ന പ്രവർത്തികളിൽ മാത്രം കേന്ദ്രീകരിക്കുകയും മൃഗങ്ങളെ വികാരങ്ങളെ ശാസ്ത്രീയമല്ലാത്ത ആന്ത്രോമോർഫിസം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തു. പരീക്ഷണശാലകളിലും ഫാമുകളിലും അവയുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നതിനായി മൃഗങ്ങളുടെ ദുരിതങ്ങളെക്കുറിച്ച് നമ്മൾ പതിറ്റാണ്ടുകളായി പഠിക്കുന്നുണ്ടെങ്കിലും സയൻസ് ഭാഷയിൽ പോസിറ്റീവ് എഫക്റ്റ് അഥവാ സന്തോഷം എന്നതിനെക്കുറിച്ചുള്ള പഠനം ദീർഘകാലമായി ഒരു വിലക്കപ്പെട്ട വിഷയമായിരുന്നു. എന്നിരുന്നാലും വിവിധ ഇനങ്ങളിൽ സന്തോഷം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തുന്നതിനായി ഗവേഷകർ ഇപ്പോൾ ഒരു ജയോമീറ്റർ, അതായത് സന്തോഷം അളക്കാനുള്ള ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ്. ഇത് വിപ്ലവകരമായ മാറ്റമാണ്, കാരണം ഭയം തിരിച്ചറിയുന്നതിനേക്കാൾ വളരെ പ്രയാസമാണ് സന്തോഷം തിരിച്ചറിയുന്നത്.